സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NMMSൻ്റെ അടുത്ത 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. കണ്ണുകളിൽ പ്രതിബിംബം രൂപീകൃതമാവുന്നത് എവിടെ എന്നാണ്. അത് റെറ്റിനയിലാണ് അത് പ്രതിബിംബം രൂപീകൃതമാവുന്നത്. 27 ആണ് അടുത്തത്. ക്യൂണിവോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ക്യൂണിവോം ലിപി മെസപ്പൊട്ടോമിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നതെന്ന് ചോദിച്ചെന്ന് വരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് വർഷത്തിലാണ് നടന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ 1919 പാസ്സാക്കിയ കരിനിയമത്തിൻ്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൗലറ്റ് ആക്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാം. മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധചരിതം രചിച്ചത് ആരാണ്? അശ്വഘോഷാണ് ബുദ്ധചരിതം രചിച്ചത്. കപ്പലുകളിൽ കൃത്യസമയം അളക്കുന്നതിനുള്ള ഉപകരണമാണ് നിങ്ങളോട് ചോദിച്ചത് വരാം, അതും നിങ്ങൾ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. അത് നിങ്ങൾ മറന്നു പോകാതെ എഴുതുക. മാസ് നമ്പറും ആറ്റോമിക നമ്പറും നിങ്ങളോട് ചോദിച്ചെന്ന് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിക്കാൻ ടെലസ്കോപ്പാണ്. കപ്പലുകളിൽ കൃത്യസമയം അളക്കുന്നതിനുള്ള ഉപകരണം പഠിച്ചു വെക്കുക, ക്രോണോമീറ്റർ. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലസ്കോപ്പ്, അതും പഠിച്ചു വെക്കുക. ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിയോഗ്രാഫി. ഇതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓരോന്നോരോന്നും വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോളദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രകാശം എങ്ങനെയുള്ളതാണെന്നായിരിക്കും ചോദ്യം വരുന്നത്. അത് യഥാർത്ഥമോ മിഥ്യയോ ആയിരിക്കും. അതിൽ 4 ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൽ ഒന്ന് ഇതാണ് ഉത്തരം, യഥാർത്ഥമോ അല്ലെങ്കിൽ മിഥ്യയോ ആയിരിക്കും. അതുപോലെ തന്നെ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കുക. ഹാർഗ്രീവ്സ് ആണ്. അത് നിർബന്ധമായിട്ടൊന്ന് ഊന്നി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മോണോലിസ എന്ന ചിത്രം നിർമ്മിച്ചത് ലിയോനാർഡോ ഡാവിഞ്ചി ആണ്. അതുപോലെ തന്നെ ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ഹാർഗ്രീവ്സ് എന്നുള്ളത് നിർബന്ധമായിട്ടൊന്ന് പഠിച്ച് വെക്കുക. ശാന്തിനികേതൻ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതും മറന്നു പോകാതെ പഠിച്ച് വെക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിജറ വർഷം ആരംഭിച്ചത് എപ്പോൾ ആണെന്നാണ്. AD 622 ഹിജറ വർഷം ആരംഭിച്ചത്. ഉപ്പിൻ്റെ രാസവാക്യം സോഡിയം ക്ലോറൈഡ് ആണ്. അതുപോലെ തന്നെ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീനാണ്, അത് ഓർത്ത് വെക്കുക. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാം. വാർധ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രാമ സ്വരാജ് എന്ന ആശയം ആരുടേതാണ്? അതും ഗാന്ധിജിയുടേതാണ്, ഓർത്ത് വെക്കുക. ഇങ്ങനെ സോഡിയം ക്ലോറൈഡ്, ഉപ്പിൻ്റെ രാസവാക്യം. അതുപോലെ തന്നെ ഹിജറ വർഷം AD 622 വാർധ പദ്ധതിയും അത് മറന്നു പോകാതെ ഓർത്ത് വെക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.